റിയാബിയുണ്ട്. റിയ, ഇനിയുള്ള തുടർ നിയമ നടപടികൾ എങ്ങനെ എന്ന കാര്യത്തിൽ കുടുംബത്തിൻ്റെ പ്രതികരണം എന്താണ്? ഗൗരവതരമായ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ പോലീസ് തലപ്പത്ത് എന്ന്? ഇതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പരാതിക്കാരിയും ഭർത്താവും വ്യക്തമാക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് അന്ന് അവർ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും പുറത്തേക്ക് വന്നില്ല. അത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണ്ടതിന് മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അന്ന് വലിയൊരു ആവശ്യം ദൃശ്യങ്ങൾ തരണമെന്നായിരുന്നു. പക്ഷേ 1 വർഷത്തോളം എടുത്തത് കയ്യിൽ കിട്ടാൻ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രകാരം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇതുണ്ട്, കുറേ തരണം ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്, പല പ്രഷേഴ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നല്ല, ഞങ്ങൾ ഇത് സഹിച്ചിട്ടാണെങ്കിലും മുന്നോട്ട് പോകും. ഇനി ഒരിക്കലും ഒരാളുടെ അടുത്ത് ഇനി ഇതുപോലെ കാണിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവനത് എന്താ പറയുക ഒരു രാജഭരണത്തിൽ നടത്തുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് മാറണം. അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാനത് പ്രത്യേകം ഞാൻ എടുത്ത് ചോദിച്ചു. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവരുടെ ഈഗോയിൽ നമ്മൾ കൈ തൊട്ട പോലെ ആയിരിക്കും. പിന്നെ അവരെ ഈഗോയാണ് അന്ന് അവിടെ ആയതല്ലേ? അന്ന് നിങ്ങളൊപ്പം നിൽക്കുമ്പോൾ ഭർത്താവിനെ കൊണ്ടുപോകുന്നത്. നിങ്ങളത് അന്നേരം തന്നെ തടയാൻ ശ്രമിച്ചിരുന്നു, കാര്യങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. 2 മാസം മുമ്പാട് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സാറിന് വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് വന്നോളൂ സാർ, ഇപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അമ്മ അതിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. ഒന്നും കേട്ടില്ല. പിടിച്ച് വലിച്ചു കൊണ്ടുപോയി വലിയ ക്രിമിനൽസിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി ചെയ്തത്. എന്തിനാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ എന്തായിരുന്നു വിശദീകരണം? നിന്നെയും കൊണ്ടുപോകണമെന്ന് ചോദിച്ചു എന്നോട്. നിന്നെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണം എന്നൊക്കെ ചോദിച്ചു. നമ്മൾ എന്താണ്ട് വലിയ തെറ്റ് ചെയ്ത പോലത്തെ ആയിരുന്നു. ഒരിക്കലും അതെ അതെ. അതിനുശേഷമാണ് അതിലൊരു പോലീസുകാരൻ അറിയുന്നതാണ്. ആള് വന്നിട്ട് എടാ നീ എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് തന്നെ. ഫോണ് മേടിച്ച് വീഡിയോ നോക്കി നേരെ ഫോണ് പോക്കറ്റ് ഇട്ടിട്ടാണ് പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത്. ഇല്ല, പിന്നെ അത് അവരുടെ കയ്യിൽ അത് തുറന്നു നോക്കി കയ്യിലേക്ക് എൻ്റെ ഫിംഗറിൻ്റെതായ കാരണം അത് ഓട്ടോമാറ്റിക്കലി ലോക്കായി. പിന്നീട് എന്നോട് അത് തുറക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിനാണ് അവർക്കത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം? എനിക്കത് കോടതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് കാണിച്ചു കൊടുക്കാമല്ലോ. അതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു കാര്യം ചോദിക്കുക, എന്ത് കാര്യത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രകാരം ഞാൻ അതിൻ്റെ നടപടികളായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അന്ന് ഈ നിങ്ങളെ അടിച്ച സംഭവത്തിന് വേറൊരു വിശദീകരണമായിരുന്നു പോലീസ് നൽകിയത്. അന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിരുന്നത്. എന്തായിരുന്നു സമീപനം? പരാതി കൊടുത്തു. പക്ഷെ നമ്മൾക്ക് ആരും ഇതുവരെ നമ്മൾക്ക് ഈ മൊഴിയെടുക്കാനായിട്ട് വന്നു. മൊഴിയെടുക്കാൻ വന്നൊരു കമ്മീഷണർ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്കിത് കേസാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്നെ ഉപദ്രവിച്ച് ഈ എല്ലാം ചെയ്തിട്ടും നമ്മളെ ഒരു കുറ്റവാളികളെ പോലെ സമൂഹത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്തിട്ടും എല്ലാം അനുഭവിച്ച് ഇവിടെ ഇരിക്കണം എന്നാണോ സാറ് പറയണേ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരിയുടെ മൊഴി എടുത്തോ എന്ന് പറഞ്ഞു. അന്നേരമാണ് പറയുന്നത് അങ്ങനെ. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഈ ഒരു തെളിവ് കിട്ടിയാൽ മാത്രം നമ്മൾ തെറ്റുകാരല്ലെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ഈ നിമിഷം വരെ പോരാടി നേടി. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാ കടമ്പകളും ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്ത് അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തിയത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. എന്തായാലും 2 പേരും കടന്നുപോയൊരു സാഹചര്യം, നടത്തിയ നിയമ പോരാട്ടം അത് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. 1 വർഷം കഴിഞ്ഞു. അന്ന് ഇവർ ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് CI പ്രതാപചന്ദ്രൻ തന്നെ നെഞ്ചത്ത് പിടിച്ച് തള്ളി മുഖത്തടിച്ചു എന്നതായിരുന്നു. പക്ഷേ നേരെ വിപരീതമായ ഒരു പോലീസ് ഭാഷ്യമായിരുന്നു അന്ന് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുന്ന ദൃശ്യങ്ങളാണ്. നിയമപോരാട്ടം തുടരും എന്നതാണ് കുടുംബത്തിന്റെ പ്രതികരണം.